ഫൈൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം തിരുമല പെരുകാവിനടുത്ത് മെയിൻ റോഡിൽ നിന്ന് 400 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഇരുനില വീടിൻ്റെ വിശേഷങ്ങളുമായാണ്. 3.85 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. ഈ വീട്ടിൽ നിന്ന് തിരുമല ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്ററും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 13 കിലോമീറ്ററുമാണ് ദൂരം. നമുക്കിനി വീടിൻ്റെ കാഴ്ചകൾ കൊണ്ടുവരാം. ഇരുപതടി നീളമുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളർ നൽകിക്കൊണ്ടാണ് ഈ ഒരു വലിയ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സൈഡിലോട്ട് ഫോൾഡ് ചെയ്യാനും ഒരു സൈഡിലോട്ട് സ്ലൈഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ട് വാളിലേക്ക് വരുമ്പോൾ ഗേറ്റിന്റെ അതേ പാറ്റേണിലുള്ള ഒരു ഗ്രില്ല് കോമ്പൗണ്ട് വാളിൽ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിന് ചുറ്റുമാറ്റ് ക്ലാഡിംഗ് വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇനി ഗേറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ള 2 ഗേറ്റ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഐവറി ഗ്രേ കളർ നൽകിക്കൊണ്ട് ഫുള്ളി കണ്ടംപററി ആയിട്ടുള്ള ഒരു എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും വാൾ മൗണ്ടിങ് ലൈറ്റുകളും ഒക്കെ വീടിന് നൽകിയിട്ടുണ്ട്. വീടിന്റെ വലതു ഭാഗത്തായിട്ട് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഗ്ലാസിന്റെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. വീടിന്റെ മുറ്റം മുഴുവനും ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. ഇന്റർലോക്കിന്റെ ഇടയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ വശത്തായിട്ട് ചെറിയൊരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് 2 വലിയ കാറുകൾ ഇടാൻ കഴിയുന്ന തരത്തിലുള്ള കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നത്. അവിടെയും പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ കിണറിന്റെ സ്ഥാനം വരുന്നത്. അവിടെയും ചെറിയൊരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. മുഴുവനായിട്ടും ലെപ്പോത്ര ഗ്രാനൈറ്റ് നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു വാൾ മൗണ്ടിങ് ലൈറ്റും മേളിലായിട്ട് ഒരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഡോറും അതിന്റെ കട്ടളയും തേക്കാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി അകത്തെ കാഴ്ചകൾ കൊണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ലാമിനേഷൻ ബോർഡിലാണ് TV യൂണിറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു WPCയുടെ ഒരു പാനലിങ്ങും നൽകിയിട്ടുണ്ട്. 2 ഫാൻ ഹോളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഫോൾ സീലിംഗ് വർക്ക് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു 3 പാളിയുടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതിൽ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 ഫാൻസി ലൈറ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. അതിൽ 2 കർട്ടനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് വെട്ടുകല്ലിന്റെ ഒരു ക്ലാഡിങ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് നമുക്കൊരു വാഷിംഗ് ഏരിയ വരുന്നത്. വാഷിംഗ് ഏരിയ സെറയുടെ ഒരു ടാപ്പാണ് വരുന്നത്. ഇവിടെ ഒരു ടവൽ റാഡും ഒരു ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ടേബിളിന്റെ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു പെബിൾസ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്നതാണ് നമുക്ക് ഈ ഡൈനിങ് ആയിട്ട് വരുന്നത്. ഡൈനിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട്. അതിലും ബ്ലൈൻഡ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ഭാഗത്തായിട്ട് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു മോഡുലർ കിച്ചൺ വരുന്നത്. മേളിലും ഈ ഭാഗത്ത് താഴെയൊക്കെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫേബറിന്റെ ഒരു ചിമ്മിനിയും ഫേബറിന്റെ തന്നെ ഒരു 3 ബർണർ വരുന്ന ഒരു ഗ്യാസ് സ്റ്റവും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സിങ്കും അതിന്റെ സിങ്കോക്കും സാധനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. അടുക്കള പോലെ തന്നെയാണ് വർക്ക് ഏരിയയിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അതിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ തുറക്കുന്ന ഒരു ടൈപ്പ് സ്റ്റോറേജ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിന്റെ ഒരു ലൈന് വന്നിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഷീറ്റ് ഇട്ട് കുറച്ചൊരു ഏരിയ തിരിച്ചിട്ടുണ്ട്. അവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലവും അലക്കുകല്ലും നൽകിയിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുള്ള ഈ വീട്ടില് 1 ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി 3 ബെഡ്റൂം മേളത്തെ നിലയിലുമാണ്. നമുക്ക് താഴത്തെ നിലയിൽ ബെഡ്റൂമിലെ കാഴ്ചകൾ കൊണ്ടുവരാം. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 4 ഡോറുള്ള ലാമിനേഷൻ ബോർഡിൽ തീർത്ത ഒരു വാൾഡ്രോബ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിരിക്കുന്നു. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും ഒക്കെ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് AC പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് പ്ലംബിംഗ് ഫിറ്റിംഗ്സ് വന്നിട്ട് സെറയും സാനിറ്ററി ഫിറ്റിംഗ്സ് വന്നിട്ട് സൊമാനിയുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈല് വാൾ ഫുള്ള് ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ ഒരു പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ്. അതുപോലെ തന്നെ GI സ്ക്വയർ യാർഡിന്റെ ഒരു ഡിസൈനും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ് മേൽഭാഗം വരെയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് വന്നിട്ട് ടൈലാണ് നൽകിയിരിക്കുന്നത്.
സ്റ്റെപ്പിന്റെ ലാൻഡിംഗ് വരുന്ന സ്ഥലത്ത് ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു ഷോ കേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ ഹാൻഡ് റെയിൽ വന്നിട്ട് ഒരു ആർക്ക് മോഡലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു അപ്പർ ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കേണ്ട ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 4 പാളിയിലുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നതിന് ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് AC-യുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഒരു ഫോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. LED ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ പ്ലംബിംഗ് ഫിറ്റിംഗ്സ് വന്നിട്ട് സിറയും സാനിറ്ററി ഫിറ്റിംഗ്സ് വന്നിട്ട് സൊമാനിയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും താഴത്തെ ബാത്റൂം പോലെ തന്നെയാണ് മുകൾ ഭാഗം വരെയും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇവിടെയും സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു 4 പാളിയിലുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വലിയൊരു വിൻഡോ വരുന്നുണ്ട്. കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ AC-യുടെ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും പ്ലംബിംഗ് ഫിറ്റിംഗ്സ് വന്നിട്ട് സെറയും സാനിറ്ററി ഫിറ്റിംഗ്സ് വന്നിട്ട് സൊമാനിയുമാണ്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ ലൈനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെ വരുമ്പോഴും സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 പാളിയിലുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഒരു മേക്കപ്പ് സ്റ്റാൻഡും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് AC-യുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെയും പ്ലംബിംഗ് ഫിറ്റിംഗ്സ് വന്നിട്ട് സെറയും സാനിറ്ററി ഫിറ്റിംഗ്സ് വന്നിട്ട് സൊമാനിയുമാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിന്റെ ലൈനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടെ 2x2 ആന്റി സ്കിഡിംഗ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹാൻഡ് റെയിൽ വന്നിട്ട് GA-യുടെ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് ഒക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ ആയിട്ട് ഒരു പ്ലാന്റേഷൻ നൽകിയിരിക്കുന്നു. ഇതിൽ പെബിൾസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഊഞ്ഞാലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മൊത്തം വന്നിട്ട് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഒരു വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം വന്നിരിക്കുന്നത് V-Guard ആണ്. അതുപോലെ തന്നെ നമ്മുടെ DB ബോക്സും വന്നിരിക്കുന്നത് V-Guard ആണ്. അതിൻ്റെ അകത്ത് MCB ELCB എല്ലാം വന്നിരിക്കുന്നത് ഹേവൽസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 3.85 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ നൽകിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനുമായിട്ട് വീഡിയോയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്